ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഞാൻ എൻ്റെ ബെഡിൽ അങ്ങനെ ഒരു യു ഷേപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കിടത്തുറക്കുക അതിനകത്ത്. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ഉറക്കം വരും. സോ ഐ തോട്ട് ഇപ്പോൾ ആർക്കെങ്കിലും ഉറക്കക്കുറവുണ്ടെങ്കിൽ ട്രൈ ദാറ്റ് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, എനിവേ, അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് എനിക്കും അമ്മയ്ക്ക് പോകാനുണ്ടായിരുന്നു. അന്നത്തെ ദിവസം സ്കൂളിലായിരുന്നു, സ്ട്രൈക്കായിരുന്നു. സോ അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ കുറച്ച് സ്കിൻ കെയർ, മേക്കപ്പ് അതൊക്കെ എടുത്തു വെച്ചു. ബിക്കോസ് ഞാൻ ഒരുങ്ങിയില്ലായിരുന്നു. നമ്മളൊരു 8 മണി എന്തൊക്കെ ആയപ്പം ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് റെഡിയാവാൻ വേണ്ടി വണ്ടി ഇരുന്ന് കാറിൽ ഇരുന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം സാധനങ്ങളും പാക്ക് ചെയ്തെടുത്തു. എന്താ അങ്ങനെ രസമല്ലേ, ഞാനിങ്ങനെ കാറിൽ മിററിൽ നോക്കിയിട്ടാണ് ഇപ്പം മേക്കപ്പ് ചെയ്യുക. എന്തോ അതൊരു രസമാണ് കാറിലിരുന്ന് ഇങ്ങനെ. അതാകുമ്പോൾ മുഖത്ത് ഡയറക്റ്റ് AC ഒക്കെ കിട്ടും, നല്ല രസമാണ് അങ്ങനെ. പിന്നെ രാവിലെ എനിക്ക് മടിയായിട്ടല്ല, എന്നാലും നമ്മൾ കാറിൽ നിന്നിട്ട് മേക്കപ്പ് ചെയ്തേ. സോ ഇപ്പം എന്താ ഇങ്ങനെ ഒരു സൈഡിൽ ക്ലിപ്പൊക്കെ വെച്ച് പാക്ക് ചെയ്തു. ആൻഡ് തലേന്ന് ഒരു കൊറിയർ അമ്മാമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേർപ്പിളിലെ. അപ്പോൾ അത് വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് നേരെ ഞങ്ങൾ അതിന് വേണ്ടി പോയി. അതൊന്നും ഞാനധികം ഷൂട്ട് ചെയ്തില്ല, ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ രാവിലെ യൂഷ്വലി ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളല്ല. അപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിൽ വന്നിട്ട് ഐ തോട്ട് ലൈക്ക് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന്. സോ അപ്പം നിങ്ങളത് കാണും. ഹലോ, അപ്പം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഞാൻ പുറത്ത് പോയി. ഐ ഡിഡിൻറ്റ് ഷൂട്ട് ദാറ്റ് മച്ച്, ഒന്നും അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തില്ല. ബട്ട് വന്നപ്പോൾ ഐ ഹാവ് റിസീവ്ഡ് എ പാഴ്സൽ ഫ്രം പേർപ്പിൾ. പേർപ്പിളിൽ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡേയ്സിനുള്ളിൽ തന്നെ അവർ ഡെലിവറി ചെയ്യും. ഞാൻ കുറച്ചൊന്ന് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ മുഖം ഭയങ്കര ഒരുപാട് ഇരിക്കുകയാണ്. കാരണം ഞാൻ വന്ന ഉടനെ ഷൂട്ട് ചെയ്യാണ്. ബിക്കോസ് ഇത് ഷൂട്ട് ചെയ്തിട്ട് ഐ തോട്ട് ചേഞ്ച് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. ഒരു സെക്കൻഡ്. ഓക്കെ, എനിവേ, ഹൈഡ്രേറ്റ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. മെയിൻ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്കിനി ഇതിലോട്ട് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് കാറിൽ നിന്ന് അൺബോക്സ് ചെയ്തു. ആക്ച്വലി ഞാൻ കാറിൽ ഇരുന്നത് സ്കിൻ കെയർ ചെയ്യുന്ന വീഡിയോ, ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈപോഡ് ഇവിടെ വെച്ചിട്ട് പോയി. അപ്പം ഹൈക്കൂടിയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന സാധനം കാണിച്ചിടാം. ബൈ ദ ബൈ, പേർപ്പിളിൽ ഞാൻ പറഞ്ഞ പോലെ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ് നോർമലി, ലൈക്ക് അങ്ങനെയാണല്ലോ. പക്ഷേ എനിക്കിത് ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് 8 മണിക്ക് ഓർഡർ ചെയ്തു. മെനഞ്ഞാന്ന് സെൻസ് ലൈക്ക് 8-ാം തീയതി രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ സംഭവം ഓർഡർ ചെയ്തു. എനിക്ക് 9-ാം തീയതി രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ സംഭവം റിസീവ് ആയി. പേർപ്പിൾ ഇറ്റ്സ് വെരി ഫാസ്റ്റ്, വെരി ക്വിക്ക്. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഇത് ഞാൻ ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് ഞാൻ കുറേ ആ സമയത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ സാധനം ഓൾമോസ്റ്റ് ഒരു 8 ബോട്ടിലെങ്കിലും ഞാൻ ഇതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നാളായിട്ട് ഇത് ഉപയോഗിക്കില്ല. വീണ്ടും ഹെയർ ഫോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്നും കൂടെ വാങ്ങിച്ചു. ലെറ്റ് മീ ഷോ യു. ആപ്സ് ഗുഡ്നെസ്സിൻ്റെ നമുക്കിത് റീഫിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് റീഫിൽ ചെയ്താലും മതി. പക്ഷെ എൻ്റെ ഈ ബോട്ടിൽ മിസ്സായിപ്പോയി. എൻ്റെ കുറേ ബോട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ വീട് ഷിഫ്റ്റായി കൊണ്ടിരുന്നതുകൊണ്ട് ഇപ്പോഴാണല്ലോ നമ്മളൊരു പെർമനൻറ്റ് പ്ലേസിലോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങിച്ചിട്ട് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി ആപ്സ് ഗുഡ്നെസ്സിൻ്റെ. ഇത് വാങ്ങിച്ചു. ആൻഡ് ബാക്കിയുള്ള സാധനം ഞാൻ എൻ്റെ ഈ ബാഗിലോട്ട് മാറ്റി. ബിക്കോസ് റെഡി ആകുമ്പോൾ ഇപ്പം ഞാൻ ഒരു പൗച്ച് നിറച്ച് സ്കിൻ കെയർ എടുത്തു. എന്നിട്ട് അതിൽ കൊള്ളാത്ത സ്കിൻ കെയർസ് ഇതിലോട്ട് വെച്ചു. ഇങ്ങനെ ക്ലിപ്പൊക്കെ തൂക്കി. ദിസ് ഇസ് മൈ ബാഗ്. ഇതിനാകുമ്പോൾ കുറേ സാധനങ്ങൾ കൊള്ളും. നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് വേണ്ട, ക്ലീൻ ചെയ്തു. എന്നാലും കാണിച്ചിട്ടുണ്ട് ബാഗിനകത്ത്. വാട്ട്സ് ഇൻ മൈ ബാഗ്. ഓക്കെ, വിഷ് കെയറിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. എന്നോട് ഇത് ഒരാൾ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ കൊള്ളാമോ എന്ന് ചോദിച്ചു. എനിക്കറിയാവുന്ന ഒരാൾ തന്നെ ചോദിച്ചത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ബിക്കോസ് ഞാനത് ഉപയോഗിച്ചില്ല. ഇപ്പം ഇന്നാണ് ഞാൻ കയ്യിലിട്ടത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആയിപ്പോയി. ഞാൻ ടാനൊന്നും ആയില്ല, ഞാനൊന്നും അങ്ങനെ വെയിലും കൊണ്ടില്ല. പക്ഷെ ഫേസ് ഓയിലി സ്കിൻ ആകുമ്പം കുറച്ച് കഴിയുമ്പം മറ്റേ പ്രേതത്തിനെ പോലെയാവും. വെറ്റ് വൈബ്സ് ബാഗിലുണ്ടാവും. പിന്നെ നെക്സ്റ്റ് മേടിച്ച സാധനമാണ്. അത് പേർപ്പിളിൻ്റെ റിസീവ് ആയതാണ്. ഈ ഗ്ലൂട്ടാഹയ. ഇത് യൂസ് ചെയ്തില്ല ഞാൻ, അതിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് വെച്ചു എന്നേ ഉള്ളൂ. എന്താ മോയ്സ്ചറൈസർ, ഗ്ലൂട്ടാഹയയുടെ മോയ്സ്ചറൈസർ. ഇത് ഭയങ്കര റിവ്യൂ ആണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, നല്ല ക്വാണ്ടിറ്റി നല്ല വെയിറ്റും ഉണ്ട്. സോ വൈ നോട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പെർഫ്യൂം ഫ്രം എൻഗേജ്. എന്താണെന്ന് അറിയില്ല. ഈ ഒരു പെർഫ്യൂം
കുഴപ്പമില്ല. പിന്നെ കോമ്പാക്റ്റ് സൺസ്ക്രീൻ കോമ്പാക്റ്റ്, പക്ഷേ ഞാനത് യൂസ് ചെയ്തില്ല, അതാണ് വേറെ കോമഡി. നൈക്കയുടെ എക്സ്ട്രാ പാഡ് ഫോർ സേഫ്റ്റി ബിക്കോസ് ഐ എം ഓൺ മൈ പീരിയഡ്സ് ഗൈസ്. സോ അത് കഴിഞ്ഞ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മിനിസോന്ന് വാങ്ങിച്ച ടിഷ്യൂ. ദെൻ 2 ലിപ്സ്റ്റിക് അല്ല, ഒരു ലിപ് ലൈനർ, ലവ് എർത്തിൻ്റെ ഐറിഷ് കോഫി ആൻഡ് ഇത് മാസിൻ്റെ ടോഫി ട്യൂരൽ. ഇതായിരുന്നു എൻ്റെ ലിപ് കോംബോ ഓഫ് ദ ഡേ. പിന്നെ മൈ വാളറ്റ്, എൻ്റെ ക്യൂട്ട് ബാർബി വാളറ്റ് കണ്ടോ, കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് പൈസയും കാർഡും പിന്നെ എൻ്റെ ഫണ്ടൂറുടെ കാർഡും അതൊക്കെയാണ് അതിനകത്തുള്ളത്. സോ അതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ആൻഡ് വൺ മോർ തിങ്, നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്. സോറി, അത് വേറെ പൗച്ചിലാണ്, ഞാൻ പോയി പൗച്ചും കൂടി എടുത്തിട്ട് തരാം. 3 സാധനങ്ങളാണ് പേർപ്പിൾ തന്നെ. അപ്പം ഞാൻ ഈ ഒരു പൗച്ചും കൂടെ കൊണ്ടുപോയി. ഈ പൗച്ചിനെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 7 മണിയായപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി. അപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാനാകെ 3 മണിക്കൂറാണ് ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടുള്ളത്. കാറിൽ പോയിട്ട് ഒരുങ്ങാമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടു. സ്കിൻ കെയറൂടെ ഈ പൗച്ചിനകത്തുള്ളതാണ് ഇതൊക്കെ യൂസ് ചെയ്തില്ല, ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഹോൾ വീഡിയോ ചെയ്യാം. എല്ലാ പ്രൊഡക്ട്സും വരട്ടെ, എന്നിട്ട് നമുക്ക് ഹോൾ വീഡിയോ ചെയ്യാം. സോ അപ്പോൾ അതിൽ വന്നതാണിത്. ഈ 3 സാധനങ്ങളാണ് കേട്ടോ വന്നത്. ഇത് ഗ്ലൂട്ടാഹയ, അത് കാണിക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് ഇപ്പം വാട്സപ്പ് മൈ ബാഗും പൗച്ചൊക്കെ ആയി. പിന്നെ ഗ്ലൂട്ടാഹയ, പിന്നെ ഈ ഒരു ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ, പിന്നെ ഈ ഒരു ടാറ്റു ലൈനർ ഫ്രം മേബിലിൻ്റെ തന്നെ ഒരു യെല്ലോ കളർ ഐലൈനർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ 3-4 ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഓർത്തു വേറെ ഐലൈനേഴ്സ് ട്രൈ ചെയ്യാമെന്ന്. ഞാൻ പെൻ ഐലൈനർ എൻ്റെ ഓൾറെഡി ഉണ്ട് 2 എണ്ണം. അപ്പോൾ വീണ്ടും പെന്ന് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ ബോട്ട് ദിസ് വൺ ടാറ്റു ഐലൈനർ. നോക്കട്ടെ, ഇത് കൊള്ളാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെൻ ഐലൈനർ വാങ്ങിക്കാം. ഒന്നാമത്തെ ഉണ്ടോ എവിടെ, കുഞ്ഞു കണ്ണാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഐലൈനർ 2 കണ്ണിലും ഒരേപോലെ വരയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല ഇത് കഴിവുള്ളവർക്ക് മാത്രമേ അതിനൊക്കെ പറ്റൂ. സോ പേഴ്സണലിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ പേർപ്പിളിൽ നിന്ന് മേടിച്ചോ, കാരണം പെട്ടെന്ന് റിസീവ് ആവും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓർഡർ ചെയ്ത് ഇങ്ങനെ നോക്കി. ഞാൻ 8-ാം തീയതി എനിക്ക് ഓർമ്മയുണ്ട്, കാരണം 8 മണി സമയത്താണ് എന്ന്. ആൻഡ് റിസീവ് ചെയ്തതും ഏകദേശം 24 ഹവേഴ്സിനുള്ളിൽ എനിക്ക് സാധനം കിട്ടി. പേർപ്പിൾ വാസ് റിയലി ഗുഡ്. നല്ല കാര്യമാണ് പേർപ്പിൾ. ആൻഡ് നൈക്ക ഒരു 4-5 ദിവസം എടുക്കും, അത്രേ ഉള്ളൂ. നൈക്കയിലും ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും ഇതൊന്നും പറ്റില്ല. ആൻഡ് ഏറ്റവും ഡിലേ ഇപ്പം മീഷോ കുറേ സമയം എടുക്കും എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ. ഫ്ലിപ്കാർട്ട് പെട്ടെന്ന് കിട്ടും. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് നൈക്ക, മീഷോ ആൻഡ് ഫ്ലിപ്കാർട്ട്, ആമസോൺ. I have all apps. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഷോ ചെയ്യും, ഫോൺ എടുത്തിട്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പം 10 ആപ്പിൽ നോക്കും എവിടെയാണ് ഏറ്റവും ഡിസ്കൗണ്ട് കുറവുള്ളത്, അവിടെ നിന്നായിരിക്കും ഐ ബോട്ട്. കണ്ടോ, മിന്ത്ര, സവാന, ടിറ എല്ലാം ഉണ്ട്. ഇത് ഫാഷന് വേണ്ടിയിട്ടുള്ള ആപ്സ്. അതിന് ഞാൻ ഓരോന്നിനും ഐ ക്രിയേറ്റ് എ ഫോൾഡർ. ഇതെൻ്റെ മറ്റേ ഫോണാണ്, സാംസങ്. സോ ഇതിനകത്താണ് എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്, അതിനകത്തൊക്കെ. സോ ഐ ടോക്ക് ദ ലോട്ട്. ഇപ്പം തന്നെ 7 മിനിറ്റായി. ഇനി നമുക്ക് പോയി ഫുഡ് ഓർഡർ ചെയ്യാം. റിയലി സ്റ്റാർവിങ്. കാരണം രാവിലെ 2 വടയാണ് ഞാൻ കഴിച്ചത്, ഉഴുന്നുവട. ബിക്കോസ് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കില്ല യൂഷ്വലി. അങ്ങനെയല്ല, എന്തെങ്കിലും കഴിക്കാൻ രാവിലെ സ്കിപ്പ് ചെയ്യണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അല്ലാണ്ട് ഐ ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് നേരമൊന്നും കഴിക്കില്ല. മിക്ക ദിവസവും ഇന്നിപ്പോൾ സ്കൂളില്ല കേട്ടോ, നമുക്ക് ഫുൾ ലീവാണ്. മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു, ട്യൂസ്ഡേ പ്രൈവറ്റ് ബസ് സമരമായിരുന്നു. അപ്പോൾ ഇവിടെ അവധിയില്ല, പക്ഷേ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ അവധി ഉണ്ടായിരുന്നു. കാരണം ഞാൻ വർക്കിലായിരുന്നെങ്കിൽ എനിക്ക് അവധി കിട്ടിയാണ്. അവർക്ക് കിട്ടിയില്ല, ബട്ട്സ് ഓക്കെ. വെനസ്ഡേ അറിയാമല്ലോ, നാഷണൽ സ്ട്രൈക്കായിരുന്നു. പക്ഷേ നാഷണൽ അല്ലേ, എന്തോ ഒരു സ്ട്രൈക്കല്ലല്ലോ, ബന്ധമൊന്നും എന്തായിരുന്നു, സംസ്ഥാന വ്യാപക തൊഴിലാളി സമരമോ അങ്ങനെ എന്തോ അല്ലേ, സംതിങ് ലൈക്ക് ദാറ്റ്. അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് SFIയുടെ സ്ട്രൈക്കാണ്. ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോകണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഈ സ്ഥലത്ത് പോകണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. 9:35 സ്കൂൾ വിട്ടു. 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. 9:35 ക്ലാസ് കഴിഞ്ഞു. പോയിരുന്നെങ്കിൽ അറ്റൻഡൻസെങ്കിലും കിട്ടിയേനെ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇന്നും സ്കൂളില്ല. ഇനി നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഫ്രൈഡേ, അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ വീണ്ടും അവധി.
കുറേ അവധിയുണ്ട്. അതുകൊണ്ട് തന്നെ പോർഷൻസൊക്കെ നല്ല പെൻഡിങ്ങിലാണ്. എനിക്കാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. ഞാൻ കുറച്ച് സബ്ജക്റ്റ് ഞാൻ +1 റിസൾട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാൻ എൻ്റെ 10th അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ +1 എല്ലാ സബ്ജക്റ്റും ഡബിൾ പാസ് ആയി, എല്ലാം ആയി. പക്ഷേ കുറച്ച് സബ്ജക്റ്റിന് ആദ്യം ഞാൻ വെച്ച് ഒരു സബ്ജക്റ്റിനാണെങ്കിൽ കുറച്ചധികം മാർക്ക് കുറഞ്ഞത്. അപ്പോൾ അതിന് പൊളിറ്റിക്സ്, ബിക്കോസ് നമുക്ക് പൊളിറ്റിക്സ് അതങ്ങനെ പഠിപ്പിച്ചില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനും അങ്ങനെ പഠിച്ചില്ല. അതിനാണ് മാർക്ക് സത്യം പറഞ്ഞാൽ കുറഞ്ഞത്. നന്നായിട്ടല്ല, അപ്പോൾ ഐ തോട്ട് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. പക്ഷേ പിന്നെ ഐ തോട്ട് എനിക്ക് 3 സബ്ജക്റ്റിന് എന്തായാലും ഐ തിങ്ക് സോ ഐ ഗോട്ട് A+ എന്ന്. ബാക്കി 3 ജസ്റ്റ് മിസ്സിനാണ് A+ ഒക്കെ പോകുന്നത്. അപ്പം ഐ തോട്ട് അതും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഇതും എല്ലാം കൂടി പഠിക്കണം. ഭ്രാന്തായിട്ടിരിക്കുകയാണ് എല്ലാം. കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നു. തോട്ട് ലൈക്ക് വൈ ഷുഡ് എൻ്റെ അടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞു എഴുതി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഐ ഓക്കെ എന്നാൽ എഴുതാം എന്ന് വിചാരിച്ചു. സോ ഐ എം ഓൾസോ ഗോയിങ് ടു റൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഓൾസോ ദിസ് ഇയർ. 1-2 ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതും. അപ്പോൾ അതും പഠിക്കണം, ഇവിടത്തെ പഠിക്കണം, എല്ലാം കൂടെ ഭ്രാന്താണ്. ജോഗ്രഫി വാസ് ഈസി ആൻഡ് ഹിസ്റ്ററി വാസ് ഈസി. ലൈക്ക് ഓണം, ക്രിസ്മസ് എല്ലാം ഈസിയായിരുന്നു. പക്ഷേ ഹിസ്റ്ററിയുടെ ഫൈനൽ എക്സാം ഭയങ്കര പാടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഹിസ്റ്ററി എക്സാം എഴുതിയിട്ടില്ല. ഞാൻ അവസാനമായപ്പോൾ ഞാൻ കുറച്ചധികം ഉഴപ്പി. സംസാരിക്കാൻ കുറേ ഉണ്ട്, ഞാൻ കുറേ സംസാരിക്കും. നല്ല വിശക്കുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എന്നോടിപ്പോൾ ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ വേറെ ഇങ്ങനെ ആകാശത്ത് നോക്കി സംസാരിക്കണില്ല, ഇവിടെ നോക്കി സംസാരിക്കും. എന്നോട് ഒരാൾ സംസാരിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം സംസാരിക്കും. ഇപ്പോൾ വിശക്കുവാണെങ്കിൽ വയ്യാന്നൊന്നും ഞാൻ നോക്കില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു അസുഖമാണ്. അപ്പം നമുക്ക് പോയി ഫുഡ് ഓർഡർ ചെയ്യാം. ഫാനുള്ളതുകൊണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. ഫുഡ് വന്നു, ഫുഡ് കഴിക്കാം. ഐ ഓർഡർ ഇതൊരു കരിക്കിൻ ഷേക്ക്, ബൂസ്റ്റ് കരിക്ക് അങ്ങനെ എന്തോ ആണ്. എനിക്കാണ് ഷേക്ക് കുടിക്കാൻ കൊതി. സ്ട്രോ ആൻഡ് ബർഗർ. ഈ ഷോപ്പ് ഞാൻ ഇതുവരെ മുന്നേ ട്രൈ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ്. അറിഞ്ഞൂടാ. ഇത്ര നേരം ഞാൻ പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ച് ഭ്രാന്തിനെ പോലെയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം മുടി കഴിച്ചിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ. ആൻഡ് ഫസ്റ്റ് ഐ തോട്ട് ആ ബർഗർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ബിക്കോസ് ആ ബന്ന് കുറച്ച് ബിറ്റ് ഹാർഡായിരുന്നു തോന്നി. ബട്ട് ടേസ്റ്റ് വാസ് വെരി ഗുഡ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അധികം ഉറങ്ങിയിട്ടില്ല അന്നത്തെ ദിവസം. സോ ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി. ഒരു 3-4 മണി മുതൽ ഒരു 7 മണി വരെ ഞാൻ അങ്ങോട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് തട്ടുകടയിൽ പോയി ദോശ കഴിക്കാം. ദോശയും രസവടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ വരുന്ന വഴിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഈ പാഴ്സൽസൊക്കെ വരുമ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സാധാ സിസേഴ്സൊക്കെ ഇട്ട് അൺബോക്സ് ചെയ്യാം. സോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കട്ടർ വാങ്ങിച്ചു. ആൻഡ് പാൻറ്റി ലൈനർ ഈസ് വെരി യൂസ്ഫുൾ ഇഫ് യു ഡോണ്ട് നോ. ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ബിക്കോസ് ഈ വീഡിയോ ഇപ്പോൾ തീരും. ദെൻ അത് കഴിഞ്ഞ് ഞാൻ രാത്രി പോയി നന്നായിട്ട് കുളിച്ച് നല്ല കാര്യമായി സ്കിൻ കെയറും ചെയ്തു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സി ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അതിൽ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക്